അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. മനസ്സമാധാനം എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. നമ്മൾ പലപ്പോഴും ചിന്തിക്കാറില്ലേ, ഒന്ന് മനസ്സമാധാനം കിട്ടിയിരുന്നെങ്കിൽ എന്ന്. പലതരത്തിലുള്ള ടെൻഷനുകൾ വരുമ്പോൾ, പലതരത്തിലുള്ള ചിന്തകൾ വരുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായി ചിന്തിച്ചു പോകും, ഒന്ന് മനസ്സമാധാനം കിട്ടിയിരുന്നെങ്കിൽ എന്ന്. അങ്ങനെ നമുക്ക് ടെൻഷൻ വരുന്ന സമയത്ത്, മനസ്സമാധാനം ഇല്ലാതാകുന്ന സമയത്ത് പതിവാക്കാൻ പറ്റിയ ഒരു ദിക്റാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഓർമ്മപ്പെടുത്താൻ പോകുന്നത്. ഞാൻ പറയുന്ന ഓരോ ദിക്റുകളും ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഇന്നോ ഇന്നലെയോ അല്ലെങ്കിൽ പെട്ടെന്നൊരു സന്ദർഭത്തിൽ ഉണ്ടാകുന്ന ദിക്റുകളല്ല. നമ്മൾ ചെറുപ്പം മുതലേ കേട്ട് പഠിച്ച് വളർന്ന് അത് ചൊല്ലി പതിവാക്കുന്ന ദിക്റുകളായിരിക്കും. പക്ഷേ അതിൻ്റെ പോരിശ, അതിൻ്റെ ഗൗരവം, അതിൻ്റെ അകത്തടങ്ങിയിരിക്കുന്ന അർത്ഥങ്ങൾ അത് നമ്മൾ മനസ്സിലാക്കുന്നില്ല, അല്ലെങ്കിൽ നമുക്കത് അറിയില്ല എന്നുള്ളതാണ് സത്യം. ഞാനിവിടെ പറയാൻ പോകുന്ന ദിക്റ് നമ്മൾ ദിവസവും ചൊല്ലുന്ന ദിക്റ് തന്നെയാണ്. അത് പറയുമ്പോൾ ഇന്ന ദിക്റാണല്ലോ എന്ന് പറഞ്ഞ് വീഡിയോ തട്ടിമാറ്റി പോകരുത്. ആ ദിക്റ് ചൊല്ലുമ്പോൾ അധികം ആളുകൾക്കും അതിൻ്റെ അക്ഷരം തെറ്റിപ്പോകാറുണ്ട്. അത് ഞാൻ കൃത്യമായി നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതുകൊണ്ട് വീഡിയോ മുഴുവനായും കാണുക. അതുപോലെ തന്നെ എങ്ങനെയാണ് ഈ ദിക്റ് ചൊല്ലേണ്ടത്, എങ്ങനെ ചൊല്ലിയാലാണ് നമുക്ക് ഈ ഫലം കിട്ടുന്നത് എന്നും ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അതായത് ഞാൻ ഈ പറഞ്ഞു വന്ന ദിക്റ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള ദിക്റാണ്. ഇതാണ് നിങ്ങൾ ഇത്രത്തോളം പറഞ്ഞത്, നമ്മൾ എപ്പോഴും ചൊല്ലുന്നതല്ലേ എന്ന് പറയണ്ട. അധികം ആളുകൾക്കും അതിൻ്റെ തെറ്റ് വരുന്നത് എവിടെയാണെന്നറിയോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ ലാ ഇലാഹ എന്നുള്ള ഹാ അധികം ആളുകളും മൊഴിയാതെ പോകുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇല്ലല്ലാഹ്, ആ അല്ലാഹ് എന്ന് പറയുന്ന അവസാനം വരുന്ന ഹാ അതും മൊഴിയാതെ പോകുന്നു എന്നുള്ളതാണ്. ഒരുപാട് ദിക്റുകൾ ചൊല്ലുന്നുണ്ടാകും. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇത് ദിക്റാണോ? ഒരിക്കലും അല്ല, അത് ദിക്റല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇതാണ് ദിക്റ്. 70,000 ദിക്റ് ചൊല്ലിയാൽ നരകമോചനം എന്നുള്ളതാണ്. അത് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിയെങ്കിൽ അത് ദിക്റല്ല, അതിന് നരകമോചനം കിട്ടൂല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് തന്നെ പറയണം. ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം നാട് വിട്ടു പോവുകയാണ്. ആ പോകുന്ന സമയത്ത് മുമ്പിലെത്തിയത് കടലിൻ്റെ അടുത്താണ്. പുറകിലാണെങ്കിലോ ശത്രുക്കളുണ്ട്. ആ സമയത്ത് കൂടെയുള്ളവർ പറഞ്ഞു, മൂസാ നബിയെ നമ്മൾ പെട്ടല്ലോ എന്ന്. മൂസാ നബി പറഞ്ഞു, നമ്മൾ പെടൂല. കാരണം എന്താ? അള്ളാഹു നമ്മുടെ കൂടെയുണ്ട്. എങ്ങനെ? അള്ളാഹു നമ്മുടെ കൂടെയുണ്ട്. ആ ഒരൊറ്റ ഒരു കരുത്ത് മതി നമുക്ക്. ആ കരുത്തുകൊണ്ട് നമ്മൾ ദിക്റ് പറയുകയാണെങ്കിൽ, അള്ളാഹു എൻ്റെ ടെൻഷൻ മാറ്റിത്തരും എന്നുള്ള ഉറപ്പ് കൊണ്ട് നമ്മൾ ആ ദിക്റ് പറയുകയാണെങ്കിൽ നിശ്ചയമായും നമ്മുടെ ടെൻഷൻ മാറും എന്നതിൽ യാതൊരു സംശയവുമില്ല. അള്ളാഹു അല്ലാതെ ആരാധനക്കർഹൻ വേറൊരാളില്ല എന്നുള്ളതാണല്ലോ അതിൻ്റെ അർത്ഥം. അപ്പൊ നമ്മുടെ ടെൻഷൻ മാറ്റിത്തരേണ്ടതാരാ? നമുക്ക് മനസ്സമാധാനം തരേണ്ടതാരാ? അള്ളാഹുവാണ്. ആ അർത്ഥം മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇത് ചൊല്ലി അതിലങ്ങോട്ട് ലയിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ടെൻഷനുകളും അതിൽ മാറും. ഞാൻ പറഞ്ഞു വന്നത്, ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള ദിക്റ് ചൊല്ലുന്നതിന് പകരം അത് 70,000 അല്ല 70 ലക്ഷം ചൊല്ലിയാലും അതിന് പ്രതിഫലമില്ല. ഇല്ല തന്നെ. നമ്മൾ ചൊല്ലേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹ് അങ്ങനെ സൂക്ഷിച്ചിട്ട് തന്നെ ചൊല്ലണം. അല്ലെങ്കിൽ ഒരിക്കലും അതിന് ഒരു പ്രതിഫലവും കിട്ടൂല. നമ്മൾ ചൊല്ലി നമ്മുടെ ടൈമും പോയി, നമ്മുടെ ഊർജം പോയി, നമ്മുടെ വിശ്വാസവും പോയി, ഒക്കെ പോയി. അതുകൊണ്ട് എല്ലാവരും വളരെ ശ്രദ്ധിച്ചുകൊണ്ട് ഈ ദിക്റ് കഴിയുന്ന സമയത്തൊക്കെ നമ്മൾ പതിവാക്കുക. ഇതുപോലെയുള്ള ടെൻഷനുകളൊക്കെ വരുമ്പോൾ ഒന്നിരിക്കലോ ആരും കാണാതെ എവിടെയെങ്കിലും ഒരു മൂലയിൽ ഇരുന്നിട്ട് കണ്ണും ചിമ്മിയിട്ട് ഈ ഒരു അർത്ഥം മനസ്സിൽ കരുതിയിട്ട് ഇങ്ങനെ ചെല്ലുക. കുറച്ചങ്ങോട്ട് ചെല്ലിയിട്ടാകുമ്പോൾ തന്നെ നമ്മുടെ മനസ്സൊക്കെ ഒരു മൈൻഡ് ഫ്രീ ആകും. അതിനുള്ള ഏറ്റവും വലിയൊരു മരുന്നാണത്. അള്ളാഹുവിനെ അറിഞ്ഞുകൊണ്ട് ജീവിക്കാനുള്ള തൗഫീക്ക് നമുക്ക് എല്ലാവർക്കും അള്ളാഹു താല നൽകുമാറാവട്ടെ. അള്ളാഹു താല ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ നമുക്ക് ജീവിതം ചിട്ടപ്പെടുത്താൻ, അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് അമലുകൾ ചെയ്തുകൊണ്ട് അള്ളാഹു ഇഷ്ടപ്പെട്ട അടിമകളിൽ നമ്മളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഈമാനോട് ജീവിപ്പിച്ച് ഈമാനോടുകൂടി മരിപ്പിക്കുമാറാവട്ടെ. നാളെ മഹ്ശറയിൽ ചോദ്യമില്ലാത്ത
ഒരു വിഭാഗം സ്വർഗത്തിൽ കടക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചിട്ടുണ്ട്. നമ്മെ എല്ലാവരെയും കുടുംബസമേതം അല്ലാഹു തആല ആ വിഭാഗത്തിൽ ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എല്ലാ ആളുകളും ദുആ ചെയ്യണമെന്ന് ദുആ കൊണ്ട് വസിയത്ത് ചെയ്യാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.